നമസ്കാരം. ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഇന്നത്തെ അധ്യായത്തിൽ വന്നിരിക്കുന്നത്. ആരും ഇത് കാണാതെ പോകരുത്. ഈശ്വരനായിട്ട് പറയിച്ചതാണ് ദോഷം ഒഴിഞ്ഞു പോകാൻ വേണ്ടി. കാര്യം മറ്റൊന്നുമല്ല, നിങ്ങളുടെ വീട്ടിൽ ഞാൻ ഈ പറയുന്ന നാളുകളിൽ ജനിച്ച ഒരാളെങ്കിലും ഉണ്ടോ എന്ന് നോക്കൂ. ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു 3-4 വെളുത്തുള്ളി അല്ലി കയ്യിലെടുത്ത് ഞാൻ ഈ പറയുന്ന മന്ത്രം ചൊല്ലി അവരെ ഒന്ന് ഉഴിഞ്ഞ് അന്ന് അടുപ്പിലോ അല്ലെങ്കിൽ ഒരല്പം തീ കൂട്ടിയോ ഉഴിഞ്ഞ് ആ വെളുത്തുള്ളി ഇടണം കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, ശത്രുദോഷം കനത്ത് നിൽക്കുകയാണ് ഈ നാളുകാർക്ക്. ശത്രുദോഷം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തി നിൽക്കുക. ഇവരുടെ ജീവിതത്തിൽ ശത്രുക്കളെ കൊണ്ടുള്ള പല രീതിയിലുള്ള ഉപദ്രവങ്ങൾ, കഷ്ടകാലങ്ങൾ, ദുഃഖങ്ങളൊക്കെ വരാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. മറ്റെല്ലാ കാര്യങ്ങളും മംഗളമാണെങ്കിലും ഈ ശത്രുക്കളെ കൊണ്ടുള്ള സ്വൈരക്കേട് അല്ലെങ്കിൽ മനസ്സമാധാനക്കേട് ഈ നാളുകാരെ വല്ലാതെ വലയ്ക്കുന്നതായിരിക്കും എന്നുള്ളതാണ്. ജോലി ചെയ്യുന്നിടത്ത്, ഏർപ്പെടുന്ന കർമ്മ മേഖലയിൽ, എന്തിനു പറയുന്നു, സ്വന്തം ബന്ധുമിത്രാദികളുടെ ഇടയിൽ പോലും, അയൽപക്കത്ത് പോലും, ചിലപ്പം സുഹൃത്തുക്കൾ തന്നെ ശത്രുക്കളായി നിന്ന് നമുക്ക് ചില പണികളൊക്കെ തരാൻ അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ചില ദുഃഖപ്പെയ്ത്തൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് കാണുന്ന സമയമാണ്. ഞാൻ ഈ പറയുന്നത് നിസ്സാരമായിട്ട് കണ്ട് കളയരുത്. ഞാൻ ഈ പറയാൻ പോകുന്ന നാളുകളിൽ ജനിച്ച ഒരാളെങ്കിലും, അത് ചെറിയവരായിക്കൊള്ളട്ടെ മുതിർന്നവരായിക്കൊള്ളട്ടെ ആരും ആയിക്കൊള്ളട്ടെ, ഒരാളെങ്കിലും ഈ നക്ഷത്രത്തിൽ ജനിച്ചവരുണ്ട് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഒന്ന് ഒഴിഞ്ഞിടുക. വീട്ടിൽ വെളുത്തുള്ളി ഉണ്ടാവും, എല്ലാവരുടെയും വീട്ടിൽ കുറച്ച് വെളുത്തുള്ളി, ഒരു 3 കഷ്ണം മതി, 3 ആയാലും മതി, ഏറ്റവും കുറഞ്ഞ 3 കഷ്ണം ആയാലും മതി. ഒന്ന് ഉള്ളംകൈയിൽ ഒന്ന് മുറുകെ പിടിച്ച് ഈ നാളുകാരുണ്ടെങ്കിൽ അവരെ ഒന്ന് കിഴക്കോട്ട് തിരിച്ചു നിർത്തി ഞാൻ ഈ പറയുന്ന മന്ത്രം ചൊല്ലി അങ്ങ് ഒഴിഞ്ഞങ്ങ് ഇട്ടാൽ മതി എന്നുള്ളതാണ്. ഏറ്റവും സത്യമായ കാര്യമാണ്. ദോഷങ്ങൾ ഒഴിഞ്ഞിരിക്കട്ടെ. ശത്രുദോഷം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യത്തിനും ഒരു ഉയർച്ച കിട്ടത്തില്ല. നമ്മൾ ചെല്ലുന്നിടത്തെല്ലാം ഈ ശത്രുവിൻ്റെ പ്രശ്നങ്ങൾ കാരണം ദുഃഖവും ദുരിതവും അനുഭവിച്ചുകൊണ്ടിരിക്കണം. പല തടസ്സങ്ങളും ശത്രു സൃഷ്ടിക്കുകയും ചെയ്യുന്നതാണ്. അപ്പം ദീർഘിപ്പിക്കുന്നില്ല. ഏതൊക്കെയാണ് ആ നാളുകാർ, എങ്ങനെയാണ് ഒഴിഞ്ഞിടേണ്ടതെന്നുള്ളത് ഞാൻ ഒന്നൊന്നായിട്ട് പറയാം. കേട്ട് നോക്കൂ. കേട്ടിട്ട് ഇതുപോലെ അങ്ങ് ചെയ്താൽ മതി എന്നുള്ളതാണ്. ആദ്യം തന്നെ നാളുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് പറയാം. ശ്രദ്ധിച്ച് കേട്ടോളൂ. ഈ നാളുകളിൽ ജനിച്ച ഒരാളെങ്കിലും വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ചെയ്യുക. ഒന്നാമത്തെ നക്ഷത്രം ചിത്തിര നക്ഷത്രമാണ്. രണ്ടാമത്തത് ചോതി നക്ഷത്രമാണ്. 3 തൃക്കേട്ട, 4 പൂരാടം, 5 ചതയം, 6 കാർത്തിക, 7 മകയിരം, 8 ഉത്രട്ടാതി, 9 അശ്വതി, 10 ഉത്രാടം, 11 തിരുവോണം, 12 പൂരുരുട്ടാതി, 13 തിരുവാതിര, 14 ആയില്യം, 15 അവിട്ടം, 16 പൂരം, 17 രോഹിണി. ഈ 17 നക്ഷത്രക്കാർക്കാണ് ശത്രുദോഷത്തിൻ്റെ വലച്ചിൽ ഉണ്ടാകുന്ന നക്ഷത്രക്കാർ എന്ന് പറയുന്നത്. മറ്റ് നക്ഷത്രക്കാർക്ക് അത്തരത്തിൽ പ്രശ്നങ്ങൾ കുറവായിരിക്കും, അത്രയും ഉപദ്രവം ഉണ്ടാവത്തില്ല. പക്ഷേ ഈ നാളുകാർക്ക് ശത്രുദോഷം കനക്കും, കറങ്ങിയടിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. പല മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ, നിങ്ങൾ പ്രവർത്തിക്കുന്ന മേഖല ഏതായാലും അതിലൊക്കെ ഇത്തരക്കാരുടെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വല്ലാതെ വലയ്ക്കുന്നുണ്ടാവും. നിങ്ങൾ ആരുടെ കാര്യത്തിലും ഒരു ശല്യത്തിനും പോയില്ല എന്നുണ്ടെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ശല്യവുമായിട്ട് വരുന്നവരുടെ എണ്ണം ചില്ലറ ആയിരിക്കില്ല എന്നുള്ളതാണ്. ഞാൻ വേഗം ആ നാളുകൾ ഒരിക്കൽ കൂടി പറയാം. എല്ലാവരും ഒന്ന് കേട്ടു നോക്കൂ. ഈ നാളിൽ ജനിച്ച ഒരു വ്യക്തിയെങ്കിലും വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യുക എന്നുള്ളതാണ്. നാളുകൾ രോഹിണി, അശ്വതി, ചോതി, പൂരം, ഉത്രട്ടാതി, പൂരുരുട്ടാതി, അവിട്ടം, ചതയം, തിരുവോണം, ഉത്രാടം, പൂരാടം, തൃക്കേട്ട, ആയില്യം, തിരുവാതിര, മകയിരം, കാർത്തിക, ചിത്തിര. ഏകദേശം 17 നാളുകളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഈ 17 നാളുകളിൽ ജനിച്ച ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇനി അങ്ങോട്ട് പറയുന്ന കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തിടണം എന്നുള്ളതാണ്. ആദ്യമായിട്ട് പറഞ്ഞുകൊള്ളട്ടെ, നമുക്ക് ഈ കർമ്മം ചെയ്യാനായിട്ട് ആകെ ആവശ്യമുള്ളത് എന്ന് പറയുന്നത് ഒരു കുറച്ച് വെളുത്തുള്ളി അല്ലികൾ മാത്രമാണ്. വെളുത്തുള്ളി അല്ലി എന്ന് പറഞ്ഞാൽ വെളുത്തുള്ളിയുടെ നമ്മൾ ഓരോ ഇതളായിട്ട് എടുത്തെടുക്കത്തില്ലേ, അതൊരു 3 എണ്ണം ഏറ്റവും കുറഞ്ഞത്, 3, 5, 10 എത്രയാണെന്ന് വെച്ചാൽ ഒരു പിടി കയ്യിലെടുക്കുക. 3 എണ്ണം ഏറ്റവും കുറഞ്ഞത് വേണം എന്ന് മാത്രം. ഇത് ചെയ്യാനായിട്ട് ചെയ്യുന്ന ആള് ശരീരശുദ്ധി വരുത്തിയിരിക്കണം എന്നുള്ളതാണ്. എന്താണ് ചെയ്യുന്ന ആള് ശരീരശുദ്ധി വരുത്തുക എന്ന് പറഞ്ഞാൽ,
ഇപ്പം നിങ്ങൾക്ക് നിങ്ങളെ സ്വയം ഒഴിയാം. നിങ്ങളാണ് ആ വ്യക്തി. അയ്യോ എൻ്റെ നാളുണ്ടല്ലോ ഇതിൽ, എനിക്കിത് സ്വയം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വയം ഇത് ചെയ്യാം. സ്വയം നിങ്ങളുടെ മുഖത്തിന് നേരെ 3 പ്രാവശ്യം അങ്ങ് ഒഴിഞ്ഞാൽ മതി. ഇല്ല, നിങ്ങളുടെ വീട്ടിൽ മറ്റംഗങ്ങൾക്ക് വേണ്ടിയാണ്, മക്കൾക്കോ അല്ലെ കൊച്ചുമക്കൾക്കോ വീട്ടിലുള്ള ആർക്കെങ്കിലും വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ നിർത്തിയിട്ട് നിങ്ങളുടെ ചെയ്യുന്ന ആളിൻ്റെ ശരീരശുദ്ധിയാണ് നിർബന്ധമായിട്ടുള്ളത്. ഉദാഹരണത്തിന് ഇപ്പം വീട്ടിൽ മറ്റൊരു സ്ത്രീക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്, അവർ ആർത്തവ സമയത്തിലൂടെ കടന്നു പോവുകയാണ്, അവർക്ക് ആർത്തവ അശുദ്ധിയുള്ള സമയമാണ്, അവർ നിർബന്ധമായിട്ടും ആ ശുദ്ധി മെയിൻറ്റെയിൻ ചെയ്യണമെന്നില്ല. നിങ്ങൾ ഈ കർമ്മം ചെയ്യാൻ പോകുന്ന ആള് ശരീരശുദ്ധി ഉറപ്പുവരുത്തി ഇതങ്ങ് ചെയ്താൽ മതി എന്നുള്ളതാണ്. മറ്റേ ആളിന് നമ്മൾ തൊട്ടോണ്ടല്ല ഇത് ചെയ്യുന്നത്, അവരുടെ മുഖത്തിന് നേരെ നീട്ടിപ്പിടിച്ച് നമ്മൾ കറക്കി 3 പ്രാവശ്യം ഒഴിയുക മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ചെയ്യുന്ന ആളിന് ശരീരശുദ്ധി ഉണ്ടായിരിക്കണം. അയാൾ കുളിച്ച് വൃത്തിയായി ശുദ്ധിയോടുകൂടി വന്നു വേണം ഈ വെളുത്തുള്ളി കയ്യിലെടുത്ത് മറ്റുള്ളവരെ നിർത്തി ഒഴിയാൻ. മറ്റുള്ളവരെ ഒഴിയുമ്പം മറ്റുള്ളവർക്ക് ആ ശുദ്ധി വേണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾ ശുദ്ധിയായിട്ട്, ചെയ്യുന്ന ആള് ശുദ്ധിയായിട്ടിരുന്നാൽ മതി. നിങ്ങൾക്ക് വേണ്ടി സ്വയം ഒഴിയാം, മറ്റൊരാൾക്ക് വേണ്ടിയും ഒഴിയാവുന്നതാണ്. ഇതാണ് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇത് ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് തിങ്കൾ, ശനി, തിങ്കൾ, ചൊവ്വ, വെള്ളി, അതുപോലെ ഞായർ. ഞായർ, തിങ്കൾ, ചൊവ്വ, വെള്ളി 4 ദിവസങ്ങൾ. ഞായർ, തിങ്കൾ, ചൊവ്വ, വെള്ളി. അതായത് ഇപ്പം ഇന്ന് ഞായർ, നാളെ തിങ്കൾ, ഞായർ, തിങ്കൾ, ചൊവ്വ, പിന്നെ വെള്ളി. ഈ 4 ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം വേണം ചെയ്യാനായിട്ട്. ഈ 4 ദിവസങ്ങളെ ചെയ്യാൻ പാടുള്ളൂ. ഈ 4 ദിവസങ്ങളിൽ സന്ധ്യ കഴിഞ്ഞിട്ട് വേണം ചെയ്യാനായിട്ട്. അതായത് ത്രിസന്ധ്യയ്ക്ക്, സൂര്യാസ്തമയം കഴിഞ്ഞ്, വീട്ടിൽ വിളക്ക് കത്തിക്കുന്നവരാണെങ്കിൽ വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞ് ത്രിസന്ധ്യ കഴിഞ്ഞ് വേണം. ഒന്നുകിൽ ആ സന്ധ്യാസമയം വിട്ട് രാത്രിയിലോ അല്ലെ അർദ്ധരാത്രിയിലായാലും കുഴപ്പമില്ല, സന്ധ്യയ്ക്ക് സൂര്യാസ്തമയം കഴിഞ്ഞു വേണം ഈ കാര്യം ചെയ്യാനായിട്ട് എന്ന് പറയുന്നത്. ചെയ്യുന്നതിന് മുമ്പ് കുളിച്ച് ശുദ്ധിയായി ഐശ്വര്യമായിട്ട് വരിക, ഈ പറഞ്ഞ വെളുത്തുള്ളി കയ്യിലെടുക്കുക, നേരെ വരിക. ചെയ്യേണ്ട ഏത് വ്യക്തിയാണോ ആ വ്യക്തിയെ, ആ നക്ഷത്രക്കാരനെ കിഴക്കോട്ട് തിരിച്ചു നിർത്തുക. കിഴക്കോട്ട് മുഖം തിരിഞ്ഞ് നിൽക്കാൻ പറയുക. അവരുടെ മുന്നിൽ അവർക്ക് അഭിമുഖമായി നിൽക്കുക. അവർക്ക് അഭിമുഖമായി നിൽക്കുക എന്ന് പറഞ്ഞാൽ അവർ കിഴക്കോട്ട് നോക്കി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ മുഖത്തിന് നേരെ നിൽക്കുമ്പോൾ നിങ്ങൾ പടിഞ്ഞാറോട്ടായിരിക്കും നിൽക്കുന്നത്. നിന്നുകൊണ്ട് ഞാൻ ഈ പറയുന്ന മന്ത്രം ഉപയോഗിച്ച് 3 പ്രാവശ്യം അവരുടെ മുഖത്തിനൊഴിയണം. മുഖത്തിനൊഴിഞ്ഞാൽ മതി, അടിമുടി ഒഴിയണ്ട, മുഖത്തിനൊഴിഞ്ഞാൽ മതി. മുഖത്ത് തൊടരുത്, തൊടാതെ മുഖത്തിന് 3 പ്രാവശ്യം ഒഴിയുക. 1ാമത്തെ കറക്കം കറങ്ങുമ്പോൾ, അതായത് 1ാമത്തെ ഒഴിയൽ ഒഴിയുമ്പം ഓം ഭൈരവ്യേ നമ എന്ന് ചൊല്ലണം. എങ്ങനെയാണ്? ഓം ഭൈരവ്യേ നമ. നിങ്ങളിത് എഴുതിയെടുക്കുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ എന്തെങ്കിലും ഫോട്ടോ പോലുള്ള സംവിധാനങ്ങൾ ചെയ്തോ ഇത് വെക്കുക. ആ ഇത് ഒഴിയുന്ന സമയത്ത് നിങ്ങൾക്കിത് മനഃപ്പാഠം ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അന്നേരം ഇത് നോക്കി വായിക്കുകയോ അല്ലെങ്കിൽ ഇത് കൃത്യമായിട്ട് കുറിച്ചെടുത്ത് അത് നോക്കി പറയുകയോ വായിക്കുകയോ ചെയ്താലും മതി. എല്ലാവർക്കും ഇത് മനസ്സിൽ നിൽക്കണമെന്നില്ല. ഇപ്പം ഞാൻ ഈ പറയുന്ന പോലെ നിങ്ങൾക്കത് മനസ്സിൽ നിൽക്കണമെന്നില്ല. അപ്പം മനഃപ്പാഠം ചെയ്യുന്നവർ അങ്ങനെ ചെയ്യും, അല്ലാതെ നോക്കി വായിക്കേണ്ടവർ അങ്ങനെ ആയാലും മതി. അപ്പം ആദ്യത്തെ ഒഴിയൽ ഒഴിയുമ്പം ഓം ഭൈരവ്യേ നമ എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിയുക. 2ാമത്തെ ഒഴിയലിന് ഓം രക്തേശ്വരിയേ നമ എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിയുക. എന്താണ്? ഓം രക്തേശ്വരിയേ നമ. 3ാമത്തെ ഒഴിയലിന് ഓം ശത്രുനാശിന്യേ നമ എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിയുക. എങ്ങനെയാണ്? ഓം ശത്രുനാശിന്യേ നമ. ഇത് 3ഉം ഭദ്രകാളി അമ്മയുടെ മന്ത്രമാണ്. എന്താണ് ഭദ്രകാളി അമ്മയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശത്രുദോഷത്തിന് ഇതിൽ പരം നല്ലൊരു ദേവത വേറെ ഇല്ല എന്നുള്ളതാണ്. നമുക്ക് എന്ത് സങ്കടം ഉണ്ടെങ്കിലും, നമ്മളെ ആര് ദ്രോഹിക്കുന്ന കാര്യം ഉണ്ടെങ്കിലും, ശത്രു ഇനി എത്ര കൊമ്പനാണ്, ലോകം വാഴുന്നവനാണ് എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് വിഷമം തട്ടിയിട്ടുണ്ടോ ശത്രുവിനെ പറ്റി, അത് ഭഗവതിയോട് പ്രാർത്ഥിച്ചാൽ അച്ചിട്ടായിട്ട് ഫലമാണെന്നാണ് പറയുന്നത്. ഭഗവതി ആരെയും പോയി നിഗ്രഹിക്കുകയോ നശിപ്പിച്ച് കളയുകയോ ചെയ്യല്ല. നിങ്ങളിൽ നിന്ന് അവരുടെ ദൃഷ്ടി ഒഴിഞ്ഞു പോകാനായിട്ട് അവരുടെ ജീവിതത്തിൽ മറ്റു കാര്യങ്ങൾ തീർത്തു കൊടുക്കും. അവർ നിങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിഞ്ഞ് വേറെ അവരുടെ ജീവിത ഓട്ടപ്പാച്ചിലിന് വേണ്ടി ഓടിക്കൊള്ളും. നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോകും എന്നുള്ളതാണ്. ഈ ശത്രുനാശം, ശത്രുദോഷ നിവാരണം എന്നൊക്കെ പറയുമ്പം പലരുടെയും ചിന്ത എന്ന് പറയുന്നത് നമ്മൾ ശത്രുവിനെ പോയി നിഗ്രഹിക്കാൻ പോവുക, ഇതെന്തോ അങ്ങനല്ല. നമ്മൾ ആരെയും നിഗ്രഹിക്കാനോ ദ്രോഹിക്കാനോ ദോഷം വരുത്താനോ ഒന്നും പോകല്ല, നമ്മുടെ രക്ഷയ്ക്കാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് ചെയ്യുമ്പം സ്വാഭാവികമായിട്ടും അവരുടെ ശ്രദ്ധ നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോകും. ഇത് അങ്ങനെയാണ് ഇതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. പലരും ഇത് കേൾക്കുമ്പം അയ്യോ അവരെ നശിപ്പിക്കാൻ ഞാൻ, അങ്ങനെ നമ്മൾ ആരും പറയുന്നില്ല, അങ്ങനെ ഒട്ട് ചെയ്യാനും പോകുന്നില്ല. ഇത് നമ്മളുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യം. അപ്പോൾ ആ ഭദ്രകാളി അമ്മയെ പ്രാർത്ഥിച്ച് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ഉഗ്രൻ ഫലമാണ്. ഇത്രയും ചെയ്തതിന് ശേഷം, അപ്പോൾ ഒഴിഞ്ഞ് 3 പ്രാവശ്യം മന്ത്രങ്ങൾ ഉപയോഗിച്ച് ഒഴിഞ്ഞെടുത്തതിന് ശേഷം
അടുപ്പ് കൂട്ടിയോ അല്ലെങ്കിൽ അതിനായിട്ട് ഒരല്പം തീ കൂട്ടി. ഇപ്പോൾ ഫ്ലാറ്റിലൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം, ഫ്ലാറ്റിനകത്തൊക്കെ ചെയ്ത് അപകടം വിളിച്ചു വരുത്തരുത്. എവിടെയെങ്കിലും പുറത്ത് എവിടെയെങ്കിലും ഒരല്പം അഗ്നി കൂട്ടി ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത്. അപ്പം അത് കൊണ്ടുപോയി അഗ്നിയിലിട്ട് സമാധാനമായിട്ട് വരിക. വന്നതിന് ശേഷം ഒന്ന് പോയി ഒന്ന് കയ്യും കാലും മുഖവും ഒന്ന് കഴുകിയിട്ട്, കുളിച്ചിട്ട് ശുദ്ധിയോടുകൂടി ആയിരിക്കുമല്ലോ ഇത് ചെയ്യുന്നത്. പക്ഷേ ഇത് കഴിഞ്ഞ് വന്നു കഴിയുമ്പം പോയി ഒന്ന് കയ്യും കാലും മുഖമൊക്കെ ഒന്ന് കഴുകി മുഖത്തൊന്ന് വെള്ളമൊക്കെ ഒന്ന് തുടച്ചെടുത്ത് ഒന്ന് ഐശ്വര്യമായിട്ട് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുക എന്നുള്ളതാണ്. ഇതിപ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുമ്പോഴും നിങ്ങൾക്ക് സ്വയം ചെയ്യുമ്പോഴും നിങ്ങൾ ഈ പറഞ്ഞ കാര്യം ചെയ്തു കഴിഞ്ഞ് ചെയ്യണം എന്നുള്ളതാണ്. ഈ നക്ഷത്രക്കാർ നിർബന്ധമായിട്ടും ഞാൻ ഈ പറഞ്ഞത് ഒഴിഞ്ഞിടണം. അടുത്തൊരു 3-4 ദിവസത്തിനകത്ത് ചെയ്യും, ഒരാഴ്ചക്കകത്ത് ചെയ്യാവുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. ഇന്നിപ്പോൾ ഞായറാഴ്ച ചെയ്യാൻ പറ്റും, ഞായർ തിങ്കൾ ചൊവ്വ ചെയ്യാം. ചൊവ്വ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബുധനും വ്യാഴവും കഴിഞ്ഞ് വെള്ളിയാഴ്ചയെ ചെയ്യാൻ പറ്റത്തുള്ളൂ. വെള്ളി കഴിഞ്ഞാൽ വീണ്ടും അടുത്ത ഞായറാഴ്ച. അപ്പോൾ ഈ ഒരാഴ്ചക്കകത്ത് ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ എല്ലാവരും ചെയ്യണം. ഈശ്വര നിമിത്തമായിട്ട് ഇത് പറയാൻ സാധിച്ചതാണ്, നിങ്ങളിത് കേൾക്കാനിടയായതാണ്. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ നക്ഷത്രക്കാർ വീട്ടിനടുത്ത് ഭഗവതി ക്ഷേത്രം, പ്രത്യേകിച്ചും ഭദ്രകാളി മഹാകാളി ക്ഷേത്രമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഭദ്രകാളിക്ക് വേണ്ടിയുള്ള ക്ഷേത്രം അല്ലെ മഹാകാളിക്ക് വേണ്ടിയുള്ള ക്ഷേത്രമൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് പോയി തൊഴുക. പോയി തൊഴുന്ന സമയത്ത് അവിടെ 2 പുഷ്പാഞ്ജലി ഞാൻ പറഞ്ഞുതരാം, ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിന് ഒരു രക്ഷാ കവചമായിട്ട് അത് നിൽക്കും എന്നുള്ളതാണ്. ഒന്നെന്ന് പറയുന്നത് നിങ്ങൾ രസീതാക്കേണ്ടത് ഗുരുതി പുഷ്പാഞ്ജലി എന്നൊരു പുഷ്പാഞ്ജലി ഉണ്ട്. ഗുരുതി അല്ല, ഗുരുതി വേറെ ചടങ്ങാണ്, അതല്ല ഞാൻ പറയുന്നത്. ഗുരുതി പുഷ്പാഞ്ജലി എന്ന് പറഞ്ഞ് നമുക്ക് പുഷ്പാഞ്ജലി കഴിപ്പിച്ച് തരും. ഭഗവതിക്ക് പുഷ്പാർച്ചന അർപ്പിച്ച് നമുക്ക് പ്രസാദം തരും. ഗുരുതി പുഷ്പാഞ്ജലി 35, 25 ഇതൊക്കെയാണ് അതിൻ്റെ ഒരു റേറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ 25 രൂപയാണ്. അപ്പം 25 രൂപ കൊടുത്തോ അല്ലെങ്കിൽ 35 രൂപ കൊടുത്തോ നിങ്ങൾക്കിത് ഐശ്വര്യമായിട്ട് ഗുരുതി പുഷ്പാഞ്ജലി നടത്താവുന്നതാണ്. ഈ നക്ഷത്രക്കാരെങ്കിലും പേരും നാളും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ രക്തപുഷ്പാഞ്ജലി നടത്തുന്നതും ഏറ്റവും കെങ്കേമമാണ്. ഗുരുതി പുഷ്പാഞ്ജലി നടത്താൻ പറ്റുന്നവർ അത് നടത്തുക, പറ്റാത്തവർ ഈ രക്തപുഷ്പാഞ്ജലി നടത്തിയാലും മതി. പിന്നെ ഈ ഉഴിയുന്ന കാര്യം ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്, ഉഴിയുന്നത് നിങ്ങളുടെ വീട്ടിൽ ഒരാളെ ഒരേ സമയത്ത് വേണം ഉഴിയാനായിട്ട്. അതായത് നമ്മൾ ഒരു പിടി അല്ലി എടുത്ത് വീട്ടിലുള്ള എല്ലാവരെയും, ഈ നാളിലുള്ള 3 പേരുണ്ട്, എന്നാൽ 3 പേരെ ഒഴിഞ്ഞേക്കാമെന്ന് വിചാരിക്കരുത്. ഓരോരുത്തർക്കും തനിത്തനിയായിട്ട് ഒഴിയണം, അത് വിട്ടുപോകരുത് കേട്ടോ. ഇപ്പോൾ ഒരാൾക്ക് ഈ നാളുകൾപ്പെട്ട ഒരാളുണ്ടെന്ന് 3 പേരുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം ഒരാളെ വിളിക്കുക, കുറച്ച് വെളുത്തുള്ളി അല്ലി എടുക്കുക, അയാളെ ഉഴിയുക, കൊണ്ടുപോയി ഇടുക. ശേഷം വീണ്ടും വന്ന് 2ാമത്തെ ആളെ നിർത്തുക, ഉഴിയുക, അല്ലി ഇടുക, 3ാമത്തെ ആളിനെ വിളിക്കുക, ഉഴിയുക, അല്ലി അഗ്നിയിലിടുക. അങ്ങനെ 3 എണ്ണവും ഓരോന്നായിട്ട് വേണം തീർക്കാനായിട്ട്. തീർത്തിട്ട് വേണം പോയി കൈയും കാലും മുഖവും കഴുകാനായിട്ട് എന്ന് പറയുന്നത്. അല്ലാതെ ഒറ്റയ്ക്ക് ഓരോരുത്തരെ വിളിച്ച് നിർത്തി, ക്ഷമിക്കണം, എല്ലാവരെയും കൂടെ ഒരുമിച്ച് നിർത്തി ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളത് കൂടി പറഞ്ഞുകൊള്ളട്ടെ. അപ്പം എല്ലാവരും ഇത് ചെയ്യുക. ഇന്നിപ്പോൾ ഞായറാഴ്ച ദിവസമൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ നല്ല സൗകര്യമായിരിക്കും. സന്ധ്യ കഴിഞ്ഞ് കൃത്യമായിട്ട് രാത്രി കിടക്കുന്നതിന് മുമ്പ് ചെയ്താലും മതി. രാത്രി ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല, സന്ധ്യ കഴിഞ്ഞിരിക്കണം എന്ന് മാത്രം. ഭദ്രകാളി അമ്മയെ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും ഈ ദോഷം ഒഴിഞ്ഞു പോകട്ടെ, നന്നായിരിക്കട്ടെ. എന്തെങ്കിലും സംശയങ്ങൾ ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഭഗവതി അനുഗ്രഹിക്കട്ടെ, എൻ്റെ അമ്മ മഹാലക്ഷ്മി അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.